ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു ബ്രിഞ്ചോൾ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 ബ്രിഞ്ചോൾസും ഒരു ടൊമാറ്റോ, ഒരു ഓനിയൻ, പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. എന്നിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബ്രിഞ്ചോളും പച്ചമുളകും കൂടി ചേർത്തൊന്ന് ഇളക്കുക. എന്നിട്ട് അത് വേകാൻ വേണ്ടി അതൊന്ന് അടച്ച് വെക്കുക. നിങ്ങൾക്ക് കരിയാപ്പിലൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുക. അതൊന്ന് വെന്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് അത് ആ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തണുപ്പാകുമ്പോഴത്തേക്ക് നമ്മളതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ, അങ്ങനെ വെക്കാണ്ട്. അത് കഴിഞ്ഞ് അതേ പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും തക്കാളിയൊക്കെ ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യുക. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് പച്ചമണം മാറുന്ന വരെ അതൊന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരുന്ന ആ ബ്രിഞ്ചോൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കരിവേപ്പിലയും ഉപ്പും എല്ലാം ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് നമ്മുടെ പരുവത്തിന് സെറ്റായി കുറച്ച് പെപ്പറും കൂടി ഇട്ട് എടുക്കുക. മല്ലിയിലേക്ക് ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പം നമ്മുടെ കറി റെഡിയായി. എത്ര ഉള്ളൂ. ടാറ്റാ.